യെസ്, അപ്പോൾ ധനമന്ത്രി മീഡിയ വണ്ണിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ബജറ്റിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുമല്ലോ എന്തൊക്കെയാണ് അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കേരളത്തിന്റെ ഭാവി മെച്ചപ്പെടുത്തുന്ന പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. പ്രതീക്ഷിക്കുന്നത് പോലെ ജനക്ഷേമവും ജനോപകാരപ്രദവുമായ പദ്ധതികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ മദ്യവില കൂട്ടില്ല എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതും ജനപ്രിയമാണ്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ പോസിറ്റീവ് നിലപാട് എടുക്കുമെന്നും ധനമന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കുന്നത്. ഈ തിരക്കിനിടയിലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമ്മോട് കൂടി ഉണ്ട്. മറ്റുള്ള ധനമന്ത്രിമാരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ധനമന്ത്രി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പോൾ മന്ത്രിമാർ ബജറ്റ് പോകുമ്പോൾ ആ പെട്ടിക്കകത്ത് എന്ത് മാജിക്കാണ് ഉള്ളത് എന്ന് ചോദിക്കും. എന്തെങ്കിലും മാജിക്ക് കരുതി വെക്കുന്നുണ്ടോ? മാജിക് എന്ന പ്രയോഗത്തോട് എന്താണ് അഭിപ്രായം? മാജിക്ക് ഒന്നും കരുതി വെക്കുന്നില്ല. പക്ഷേ ജനക്ഷേമപരമായ കാര്യങ്ങളുണ്ടാവും. ജനങ്ങൾക്ക് താല്പര്യമുള്ള, കേരളത്തിന് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും ബജറ്റിൽ. ഭാവി കേരളത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, എല്ലാവരുടെയും ജീവിതവും നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കിയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാമെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറയുന്നു. നമ്മൾ ഈ പണം കിട്ടാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ സുപ്രീം കോടതി സമീപിക്കുക, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി സമരം നടത്തുക, ട്രിവാൻഡ്രത്ത് സമരം നടത്തുക. ഈ സമരങ്ങൾ കോടതി വ്യവഹാരം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയത്തില്ലേ? ഒരു സിസ്റ്റത്തിനകത്ത് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരുടെ നിന്ന് പിടിച്ചു മേടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പാർലമെൻറ്റ്, അസംബ്ലി പോലുള്ള വേദികൾ, നിയമപരമായ കാര്യങ്ങൾ, എന്നുവെച്ചാൽ നമ്മൾ പേപ്പറുകൾ കൊടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ, പിന്നെ അത് പറ്റിയില്ലെങ്കിലാണല്ലോ ഗ്രീവൻസ് റിട്രസലിന് സുപ്രീം കോടതി പോകുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമാണ്, രാഷ്ട്രീയമായിട്ട് തന്നെയുള്ള വിവേചനമാണ്. നമ്മുടെ സ്റ്റേറ്റ് അവരുടെ നയങ്ങളെ അംഗീകരിക്കുന്നതല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ശ്വാസം മുട്ടിക്കലുണ്ട്. ഇതേ സമയത്ത് തന്നെ ഞാൻ പറയാം, ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 75% കേരളം തന്നെ ഉണ്ടാക്കുന്ന 25% സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ഉള്ളൂ. ഇന്ത്യയിൽ ബീഹാറിന് 70% മേളിൽ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ആണെന്നാണ് കണക്ക്. ഇതൊക്കെ ഈ സ്റ്റേറ്റ് ബാങ്കിൻ്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെയൊക്കെ റിപ്പോർട്ടുകളിലും ഒക്കെ ഉള്ളതാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതെന്താ? അപ്പോൾ അത്തരം മാനദണ്ഡങ്ങൾ പലതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം വന്ന, ആദ്യഘട്ട വികസനം വന്ന സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നതിനകത്ത് പിന്നെ ആ പല വേർതിരിവുണ്ട്. അത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഈ ധനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടി? അങ്ങനെ ആരെങ്കിലും പറയും? ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, ഐ ആം അക്സെപ്റ്റിംഗ് ദാറ്റ് ദി പെർഫോമൻസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ഈസ് നൗ ഇംപ്രൂവിങ്. ദർ ഇസ് ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ എന്നവർ പറഞ്ഞ്, ഞാൻ ഐ മൈസെൽഫ് ടോൾഡ് ഇൻ ദ പാർലമെൻറ്റ് ദർ ഇസ് ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഫിസ്ക്കൽ സാമ്പത്തിക രംഗമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഫിസ്ക്കൽ കൺസോൾട്ടേഷനൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതേസമയം നമുക്ക് തരേണ്ട കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഈ നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാലങ്ങളിൽ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങനെ സാധിച്ചെടുത്തു ഈ 5 വർഷം കൊണ്ട്? തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നത് നമുക്ക് ടാക്സ് കൂട്ടിയിട്ടൊന്നും പറ്റില്ല. കാരണം ടാക്സ് കൂട്ടാനൊന്നും അധികം പറ്റില്ല. കാര്യം കേന്ദ്രം GST കൗൺസിലാണല്ലോ തീരുമാനിക്കുന്നത്. പിന്നെ പെട്രോളും മദ്യവും ഡീസലിനും കൂട്ടാൻ പറ്റില്ല. അതിനൊരു ലെവലിലപ്പുറം കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെന്താ, നമ്മൾ ലീക്കേജ് പരമാവധി കുറച്ച് പരമാവധി കാര്യങ്ങൾ വരിക. പിന്നെ ബിസിനസ്സുകൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക. ആളുകൾക്ക് കച്ചവടം, സ്ഥാപനങ്ങൾ, അവരുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കൺസംഷൻ വർദ്ധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോലെയൊക്കെയുള്ള പദ്ധതികൾക്കൊക്കെ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പം ഭാവിയിൽ അതിൻ്റെ ഗുണം അവിടെ വലിയ എക്കണോമിക് ആക്ടിവിറ്റി വരും, കൂടുതലാൾക്ക് ജോലി കിട്ടും, കൂടുതൽ കമ്പോളം വരും. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും നല്ലതുപോലെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഡിജിറ്റൈസ് ലോകം വരുന്നതിന് മുമ്പ് പത്രങ്ങളിൽ ആൾക്കാർ നോക്കുന്നത് വില കൂടിയത് വില കുറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ നോക്കാനും പറ്റില്ല. ആകെ വില കൂട്ടാൻ സംസ്ഥാനത്ത് മദ്യം, പെട്രോളിയം അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ്. മദ്യത്തിന് വില കൂടുമോ ഈ ബജറ്റിൽ? അല്ല, ഇപ്പം അങ്ങനെ കൂടാൻ സാധ്യതയില്ല. ഈ ക്ഷേമ പ്രവർത്തനങ്ങളാണല്ലോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ, ഇടത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്താലും ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുക എന്നുള്ളതാണ്. എന്താണോ വാഗ്ദാനം ചെയ്ത് അതിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു, 2000-ലേക്ക് എത്തി നിൽക്കുന്നു. കെ എൻ ബാലഗോപാലിനെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോട്ടെ? അല്ല, നേരത്തെ നമ്മൾ മാനിഫെസ്റ്റോ നടത്തുന്ന സമയത്ത് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണത്തിനകത്തുനിന്ന് 2.5 ലക്ഷം കോടി രൂപ വെട്ടിക്കുറച്ച്. അപ്പോൾ എന്നിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പണം, അതിന് സുപ്രീം കോടതി വെറുതെ പറഞ്ഞാലോ, സുപ്രീം കോടതി നമ്മൾ പോയി, സുപ്രീം കോടതി അത് ഒരു ഭാഗം നമുക്ക് അംഗീകരിച്ച് കുറച്ച് പണം തന്നിട്ട് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. നമ്മൾ പറയുന്നതിനകത്ത് ഗ്രൗണ്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ശ്വാസം മുട്ടിക്കലിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്.
എന്നിട്ട് നമ്മളിപ്പോൾ സാമൂഹ്യക്ഷേമ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സമീപനമാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇനിയായാലും അത് തുടരും. പക്ഷേ ഇത്തരമൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുള്ള അറിയാം. അതിനകത്ത് നമ്മൾ ചിലവ് ചുരുക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അവസാനമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അത് നടപ്പാക്കാൻ വേണ്ടി പ്രത്യേക ഒരു കമ്മീഷനെ വെക്കുന്നു. അതുപോലെ തന്നെ DA കുടിശ്ശിക, ഇത് രണ്ടും കൊടുത്ത് തീർക്കുമെന്ന് പറയാൻ കഴിയുമോ? അക്കാര്യത്തിനകത്ത് പോസിറ്റീവായ നിലപാടെടുക്കുമെന്ന് പറയാം. ബാക്കി കാര്യങ്ങൾ എല്ലാം ഇപ്പം ചെയ്തു തീർക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. കാരണം കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെയും ബാധ്യതകളും എല്ലാം നല്ല നമ്മുടെ ഗവൺമെൻറ് വരുമ്പോൾ ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ ഒരു ഗവൺമെൻറ് വന്നാൽ അടുത്ത ഗവൺമെൻറ്റിൻ്റെ മേളിലേക്ക് കുറച്ച് ബാധ്യതകൾ വരും. അത് മൊത്തം നമ്മൾ കൊടുത്തു തീർത്തു. ഇനിയിപ്പം വരുന്നാൽ ഇവർക്ക് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും അവരുടെ ആനുകൂല്യങ്ങളും എല്ലാം അവർക്ക് ആനുകൂല്യങ്ങളെല്ലാം നൽകേണ്ടതാണെന്നും കൃത്യമായി അത് നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇടതുപക്ഷമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യുക എന്നുള്ളതെല്ലാം ഇപ്പം പറയുന്ന കാര്യമല്ല.